ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും തമ്മിൽ ഉടക്കിയിരിക്കുവാണല്ലോ. ചന്ദ്രയാണെങ്കിൽ ശ്രുതിക്ക് ഭയങ്കര കടുത്ത ശിക്ഷകളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രുതിക്ക് ഇതൊക്കെ കൊണ്ട് താങ്ങാനാവാതെ പൊട്ടിക്കരയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ആരും ശ്രുതിയോട് മര്യാദക്ക് മിണ്ടുന്നു പോലുമില്ല. അവസാനം ഇതിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെ ശ്രുതി ബാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ബാമയുടെ വീട്ടിൽ പോയിട്ട് തൻ്റെ കരഞ്ഞ് തീർക്കുവാണ് തൻ്റെ സങ്കടങ്ങളെല്ലാം. ബാമയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ ബാമ പറയും, മോളെ നീ വിഷമിക്കാതെ, നീയും എൻ്റെ മോളെ പോലെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്ര നിന്നെ തലയിൽ കയറ്റി വെച്ചല്ലേ നടന്നത്, അപ്പോൾ നിന്റെ ഇങ്ങനെയുള്ളൊരു നീക്കം അവളെ കൊണ്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, അവൾക്ക് ഏറ്റവും ഇഷ്ടം ശ്രുതിയെയാണ്. ശ്രുതി ഇങ്ങനത്തെ ഒരു കാര്യം അതും നീ പറഞ്ഞിട്ടാ മറച്ചതെന്ന് അറിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്കത് സഹിച്ചില്ല. അതിൻ്റെ ദേഷ്യമായ തീർത്തോണ്ടിരിക്കുന്നത്. നീ വിഷമിക്കേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ സങ്കടവും എനിക്ക് മനസ്സിലാവും. ചന്ദ്ര ഇവിടെ വരുമ്പോഴേക്കും ഞാൻ അവളോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ബാമ. അങ്ങനെ ശ്രുതിയെ സമാധാനിപ്പിച്ച് വിടുന്നുമുണ്ട്. ചന്ദ്ര വരുമ്പോഴേക്കും ബാമ ഇക്കാര്യം പറയുന്നുണ്ട്, നീ ശ്രുതിയെ ഇങ്ങനെ ശിക്ഷിച്ചത് മതി. എത്ര ദിവസമായി അവളോടൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് നീ അവളോട് കാട്ടിക്കൂട്ടുന്നത്? ഇത് തന്നെ ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇതൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ആ വീടും ശ്രുതിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവൾ പോവും അങ്ങ് മലേഷ്യയിലോട്ടെന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടുവാണേൽ, ശരിയാണല്ലോ, ഈ ശ്രുതി നല്ല കോടീശ്വരൻ്റെ വീട്ടിലെ മരുമകളല്ലേ, അവളെങ്ങാനും പോയി കഴിഞ്ഞാലോ അവൾക്ക് നമ്മളില്ലെങ്കിലും ജീവിക്കാനൊക്കെ സാധിക്കും എന്നുള്ളൊരു തോന്നൽ ചന്ദ്രയുടെ മനസ്സിലുണ്ടാവുകയാണ്. ബാമയോട് കുറേയൊക്കെ എതിർത്ത് സംസാരിക്കുമെങ്കിലും ചന്ദ്ര സത്യാവസ്ഥ ഉൾക്കൊള്ളുന്നുണ്ട്. ശ്രുതി എങ്ങാനും ഇനി പോവോ എന്നൊക്കെ ഒരു പേടി ചന്ദ്രയുടെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ ശ്രുതി ഇതുവരെ വന്നില്ലേ, നീ അവളെ വിളിച്ച് എളുപ്പം വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വരുമ്പോഴേക്കും ചന്ദ്ര രണ്ടുപേരോടും മര്യാദക്ക് സംസാരിക്കുന്നുമുണ്ട്. അവർ കാല് പിടിച്ച് അമ്മയെ ക്ഷമിക്കണം, ഞങ്ങളോട് മാപ്പ് തരണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ക്ഷമിച്ച് മാപ്പ് കൊടുക്കുന്നുമുണ്ട്. ഇവർ മൂന്ന് പേരും ഒന്നു ചേർന്ന് കഴിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വഴക്കൊക്കെ അവസാനിച്ചത് കൊള്ളാം, പ്രതിക്ക് കൊടുത്ത ശിക്ഷയും കൊള്ളാം, പക്ഷേ ഇതിൻ്റെ വിധി കൽപ്പിക്കേണ്ടത് ഇങ്ങനത്തെ രീതിയിലല്ലല്ലോ ജഡ്ജി അമ്മയെന്ന് പറയുവാണ്. അപ്പം എല്ലാവരും സച്ചിയെ നോക്കുന്നുണ്ട്. നീ എന്താണ് സച്ചി പറയുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ കേസിനെ ഞാനായിട്ടൊരു വിധി കൽപ്പിക്കാൻ പോവാ. മലേഷ്യയിലെ കാശിനല്ല ഇവൻ ബിസിനസ് തുടങ്ങിയത്, അതായത് ശ്രുതിയുടെ അച്ഛൻ്റെ കാശിനല്ല തുടങ്ങിയത്. നീലിമ കൊടുത്ത 55 ലക്ഷം രൂപയ്ക്കാണ് തുടങ്ങിയത്, അതായത് നമ്മുടെ അച്ഛൻ്റെ കാശുണ്ട്. അപ്പോൾ പിന്നെ ആ ഷോറൂമിൽ നമുക്കും അവകാശമില്ലെന്ന് സച്ചി ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിനക്കെന്താ ഇപ്പോൾ ആ ഷോറൂമിൻ്റെ മുതലാളിയാവണോ? നിനക്കൊന്നും മുതലാളിയാവാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇപ്പം മുതലാളിയാണ്, 2 കാറിൻ്റെ മുതലാളിയാണ് ഞാൻ. അതുമാത്രമല്ല എനിക്കിനി 55 ലക്ഷം ഒന്നും വേണ്ട, എൻ്റെ രേവതി എൻ്റെ ഭാര്യയ്ക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എടാ ശ്രീകാന്തെ, നിനക്ക് ആ പൈസ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട സച്ചി ഏട്ടാ. വർഷയും അതന്നെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ, ഞങ്ങൾക്കാർക്കും ആ പൈസ ഇനി വേണ്ട, പക്ഷേ അതിൽ അവകാശമുള്ള വേറൊരാളുണ്ട്, നമ്മുടെ അച്ഛൻ. അതായത് അച്ഛൻ്റെ കാശിനല്ലേ നീ ഷോറൂം തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആ ഷോറൂമിൻ്റെ മുതലാളി നമ്മുടെ അച്ഛനായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ്. ചന്ദ്രക്കും എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, കാരണം സച്ചി പറയുന്നതിനും കാര്യമുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ മുതലാളിയായ ഞാൻ പിന്നെ ആരാടാ കടയുടെ? അപ്പോൾ സച്ചി പറയും, നീ വേണമെങ്കിൽ ആ കടയുടെ മാനേജർ ആയിക്കോ, ഈ കണക്കൊക്കെ നോക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് സച്ചിയെ നോക്കിയിട്ട്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുവാണ്. രേവതിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എടാ ശ്രുതി, നീ ഇനി ആ ഷോറൂമിൻ്റെ കണക്കുകളൊക്കെ നോക്കിക്കോ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതൊക്കെ ചെക്ക് ചെയ്യും, 2 ദിവസം കൂടുമ്പോൾ നീ കണക്കുകളൊക്കെ വന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തുകയും വേണം എന്നൊക്കെ പറയുവാണ്. ഇനി മുതൽ നീ ആ ഷോറൂമിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, നമ്മുടെ അച്ഛനാണ് ആ ഷോറൂമിൻ്റെ മുതലാളി, ഇതാണ് ഈ സച്ചി തീരുമാനിച്ച വിധി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി കൈയടിച്ചത് പാസ്സാക്കുവാണ്. അപ്പോഴേക്കും രേവതിയെ ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ തീരുമാനം എല്ലാവർക്കും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എനിക്ക് ഡബിൾ ഓക്കെയാണ്, കാരണം അച്ഛൻ്റെ കാശിനല്ലേ ഷോറൂം തുടങ്ങിയത്, അപ്പോൾ അച്ഛനാണ് അതിൻ്റെ ഓണർ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, എനിക്കും ഓക്കെയാണ്, കാരണം ഈ സുധിച്ചേട്ടൻ കുറേ അബദ്ധത്തിലായി ഇപ്പോൾ ചെന്ന് ചാടുന്നത്, ഇനി കുറച്ച് നാൾ അച്ഛൻ ഷോറൂമൊക്കെ നോക്കട്ടെ എന്ന് നമ്മുടെ ശ്രീകാന്തും പറയുവാണ്. എന്തിനാ സച്ചി ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛനൊന്നും പറയണ്ട, നാളെ മുതൽ ആ ഷോറൂമിൻ്റെ മുതലാളി അച്ഛനാണ്. ഞാൻ എടുത്ത ഈ തീരുമാനത്തിലാണ് വോട്ട് അധികം, അമ്മ വരെ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ അച്ഛൻ തന്നെ നാളെ തൊട്ട് ഷോറൂമിൻ്റെ മുതലാളി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുവാണ് എല്ലാവരെയും.
കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചന്ദ്ര ശ്രുതിയുടെയും മുറിയിൽ പോയി പറയുന്നുണ്ടേ, സച്ചി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ, നാളെ മുതൽ രവിയേട്ടനെ ആ ഷോറൂമിൻ്റെ മുതലാളിയാക്കാൻ പോകുന്നത്. സച്ചി പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യും. ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ. നീ എത്രയും വേഗം ഇളയച്ചനെ വിളിച്ചിട്ട് അച്ഛനോട് ഈ പ്രശ്നത്തെ പറ്റി പറയാനൊക്കെ പറ. എത്രയും പെട്ടെന്ന് 50 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു തരാനും പറ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, അച്ഛനല്ലേ ജയിലിലുള്ളൂ, അച്ഛൻ്റെ കാശൊക്കെ പുറത്തല്ലേ, നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇളയച്ചനോട് നീ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ അത് അറിയിക്കാൻ പറയണം. എത്രയും വേഗം ആ കാശ് മേടിച്ച് സച്ചിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്കണം, എന്നാലേ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. നിങ്ങൾക്ക് ഈ വീട്ടിലൊരു വില വരണമെങ്കിൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ എത്തണം, എന്നാലേ എനിക്കും അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ മഹേഷേ, നാളെ നീ ഷോറൂമിലോട്ട് 2 വലിയ പൂമാലകളൊക്കെ കൊണ്ടുവരണം എന്ന് പറയുവാണ്. അപ്പോൾ മഹേഷ് ചോദിക്കും, അതെന്തിനാടാ സച്ചി പൂമാല? നാളെ എൻ്റെ അച്ഛൻ ഒരു പദവി അലങ്കരിക്കാൻ പോവുക, ഷോറൂമിൻ്റെ മുതലാളിയാണ് നാളെ മുതൽ എൻ്റെ അച്ഛൻ, പിന്നെ ചായ കാപ്പി അങ്ങനെ എല്ലാം കൊണ്ടുവരണം, നീയും ആ ഷോറൂമിലോട്ട് വരണം എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, ഞാനോ? നീ വരണം, നാളെ മുതൽ അതാ സുധിയുടെ ഷോറൂം അല്ല, എൻ്റെ അച്ഛനാണ് അതിൻ്റെ മുതലാളി, അപ്പോൾ നിനക്ക് എന്തായാലും കയറി വരാം, ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു പൂമാല തന്നെ മേടിച്ചുകൊണ്ടും വരണേന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, എടാ വീട്ടിൽ പൂ ഉണ്ടായിട്ട് നീ എന്തിനാടെ എന്നോട് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നീ അതൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, 2 പൂമാല നല്ല ഭംഗിയുള്ള പൂമാലകൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ രവീന്ദ്രൻ വരുന്നുണ്ട് സച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാടാ സച്ചി ഇതൊക്കെ, വെറുതെ ആവശ്യമില്ലാത്ത, അവൻ ഒന്നാണ്ട് ഒരുപാട് പൈസ നഷ്ടം വന്നതിൽ സങ്കടത്തിൽ നിൽക്കുക, ഇപ്പം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സമനില തെറ്റും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇപ്പം ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, കാരണം സുധിക്കിപ്പോൾ വെറുതെ ഓരോ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുക, അച്ഛൻ തന്നെ കണ്ടില്ലേ, നീലിമയെടുത്ത് പറ്റിക്കപ്പെട്ടു, അതുപോലെ തന്നെ ആ വിശ്വനാഥൻ ആ ഫ്രോഡ് അയാളുടെ അടുത്തും പറ്റിക്കപ്പെട്ടു, അവൻ ഓരോ അബദ്ധത്തിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുക അച്ഛ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഷോറൂം വരെ നമ്മുടെ കൈവിട്ട് പോകും, അച്ഛനെ കണക്കൊക്കെ നോക്കാൻ അറിയാലോ അച്ഛ, അച്ഛൻ ഇത് ഷോറൂമിൻ്റെ മുതലാളിയായിട്ടിരുന്നാൽ ആ ഷോറൂം നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നൊക്കെ സച്ചി പറയുവാണ്. കാരണം സുധിക്ക് ഇപ്പോഴും ഒരു ഉത്തരവാദിത്തം വന്നിട്ടില്ല, എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ അബദ്ധത്തിലും ചെന്ന് ചാടും, അച്ഛൻ ഇരുന്നേ പറ്റും മുതലാളി സ്ഥാനത്ത്, അച്ഛൻ ഇനി എതിർത്തൊന്നും പറയണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആ സുധി അല്ലെങ്കിൽ തന്നെ അവൻ ആകെ വിഷമത്തിലാണ്, ഇനി ഇതും കൂടി ഇങ്ങനെ ചെയ്തിട്ട് അവൻ്റെ വിഷമം കൂട്ടല്ലേ എന്നൊക്കെ പറയുവാണ് ചന്ദ്ര. അവൻ്റെ വിഷമം കണ്ട് സന്തോഷിക്കുക ഇവരൊക്കെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അവൻ ഓരോ അബദ്ധത്തിലും ചെന്ന് ചാടി ആ ഷോറൂമും കൂടി പോയി കഴിഞ്ഞാൽ നഷ്ടം ആർക്കാ, അച്ഛനൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുവാണ്. അച്ഛൻ്റെ കാശിനാണ് ഇപ്പോൾ അവർ ആ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ നഷ്ടം വന്നാൽ അത് അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നും സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രയും ശരിയാണല്ലോ ഈ സച്ചി പറയുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. മുതലാളി എന്ന് പറഞ്ഞൊരു അഹങ്കാരം അവൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക, ആരെങ്കിലും ചോദ്യം ചോദിക്കാനും അവനെ നോക്കാനും ഉണ്ടാവുമ്പോഴേ അവനും കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്ര ചന്ദ്രയോട് പറയുന്നുണ്ട്, സച്ചി പറയുന്നതും ശരിയാ, അവനും ഇങ്ങനെ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കത്തേ ഉള്ളൂ, നമുക്ക് ഇവൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം, നാളെ റെഡിയായി ഷോറൂമിലോട്ട് പോകാം എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. പിറ്റേ ദിവസം സുധിയും ശ്രുതിയും പഴയതുപോലെ തന്നെ ഷോറൂമൊക്കെ പോയി തുറക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും വരുവാണ് ഷോറൂമിലോട്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വർഷ ഇവിടെ, എന്തെങ്കിലും മേടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഹേ അല്ല, സച്ചിയേട്ടൻ ഞങ്ങളോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും രവീന്ദ്രനും സച്ചിയും എല്ലാവരും വരുവാണ് ഷോറൂമിലോട്ട്. സച്ചിയാണെങ്കിലോ ഷോറൂമിലെ സ്റ്റാഫിനെയൊക്കെ കൂട്ടിയിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് ശ്രുതിനോട് പറയുന്നുണ്ട്, എടാ നീ ആ ചെയറിൽ നിന്നും എഴുന്നേക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, ഞാൻ എന്തിനാടാ എഴുന്നേക്കുന്നേ, നീ എന്താ മറന്നോ, ഇന്നു മുതൽ നമ്മുടെ അച്ഛനാണ് ഈ ഷോറൂമിൻ്റെ ഓണർ എന്ന് പറയുവാണ്. അപ്പോൾ സ്റ്റാഫ്സൊക്കെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും മഹേഷ് പൂമാലകളൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. നീ എന്താടാ എഴുന്നേക്കാത്ത സുധി, നീ ഇന്നു മുതൽ ഇവിടുത്തെ ജോലിക്കാരനാ, നമ്മുടെ അച്ഛനാ മുതലാളി എന്ന് പറയുമ്പോഴേക്കും സുധി പറയും, ജോലിക്കാരനോ, മാനേജർ എന്ന് തന്നെ കൂട്ടിക്കോ, നീ എഴുന്നേക്ക്, അച്ഛൻ അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുവാണ് സച്ചി. ശ്രുതിക്കും ഇത് ഭയങ്കര അപമാനവുമാണ്. ശ്രുതി ഭയങ്കര വിഷമത്തോടെ തന്നെ ആ ചെയറിൽ നിന്നും എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സച്ചി രവീന്ദ്രനെ നിർബന്ധിച്ച് അവിടെ കൊണ്ടേ നിർത്തിയിട്ട് മഹേഷിൻ്റെ കയ്യിൽ നിന്ന് പൂമാല മേടിച്ച് രവീന്ദ്രൻ്റെ കഴുത്തിലിട്ടിട്ട് പറയുന്നുണ്ട്, എല്ലാവരും കൈയടിക്കേ, ഇനി മുതൽ എൻ്റെ അച്ഛൻ ഈ രവീന്ദ്രനാണ് ഈ കടയുടെ ഓണർ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സും അവിടെ കൂടി നിന്നവരും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഈ പൂമാല നീ അമ്മയുടെ കഴുത്തിലും ഇട്ട് കൊടുക്ക്, അച്ഛൻ ഓണറാണെങ്കിൽ അമ്മയും ഈ കടയുടെ ഓണർ അമ്മയല്ലേ, അപ്പോൾ നീ വേണം ആ പൂമാല
ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിനെ ഏൽപ്പിക്കുവാണ്. അപ്പോൾ രേവതി ആ പൂമാല കൊണ്ടുപോയി ചന്ദ്രയുടെ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്തതിന് ശേഷം രവീന്ദ്രനെ ആ ചെയറിൽ ഇരുത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴാ ഈ ചെയറിനൊരു ഭംഗി വന്നത്. എല്ലാവരും കേട്ടോ, ഇന്നു മുതൽ നമ്മുടെ ഈ അച്ഛൻ രവീന്ദ്രനാണ് ഈ കടയുടെ ഓണർ. സുധി എന്ന് പറയുന്നത് ഇനി ഈ ഷോറൂമിലെ ജോലിക്കാരൻ മാത്രമാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും മുഖത്തോട് മുഖം നോക്കുവാണ്. സ്റ്റാഫ്സൊക്കെ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എടാ സച്ചി, ഇപ്പോൾ ആരെങ്കിലും ഇത് ചോദിച്ചോന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, സച്ചി കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്. സമയം നോക്കിക്കേ, ഒന്നുമില്ലായ്മയിൽ നിന്നും സച്ചി ഇപ്പോൾ 2 കാറിൻ്റെ മുതലാളിയായി. പക്ഷെ നീയോ ഒരു കടയുടെ മുതലാളിയായിരുന്നിട്ട് ഇപ്പോൾ അവിടുത്തെ ജോലിക്കാരനായി എന്ന് പറയുമ്പോഴേക്കും സ്റ്റാഫ്സും അവിടെ കൂടി നിന്നവരൊക്കെ ശ്രുതിയെ നോക്കി ചിരിക്കുവാണ്. അപമാനിതനായി ശ്രുതി അവിടെ നിന്നും പോവാണേ. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.